ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലുള്ള നല്ല തിക്കായിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്യുവർ അലോവേര ജെല്ല് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ അലോവേര ജെല്ല് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്യാവശ്യം ജെല്ലുള്ള 3 അലോവേര ലീഫാണ്. ഫസ്റ്റ് നമുക്ക് ഈ അലോവേര ലീഫിൻ്റെ 2 സൈഡിലുള്ള മുള്ളു പോലത്തെ പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ അലോവേര ലീഫ് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അലോവേര ലീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അലോവേര ലീഫ് ഒന്നുകൂടി ഒരു 2-3 തവണ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം. നമ്മൾ ഈ റെഡിയാക്കി എടുക്കുന്ന അലോവേര ജെല്ലിന് നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ അലോവേര ലീഫ് കട്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആ യെല്ലോ കളറുള്ള ഫ്ലൂയിഡ് ഒട്ടും തന്നെ ഈ ജെല്ലിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് നമ്മൾ അലോവേര ലീഫ് കട്ട് ചെയ്തതിന് ശേഷം 2-3 തവണ വീണ്ടും വാഷ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലോവേര ലീഫിലേക്ക് നമുക്ക് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 തവണ നല്ലതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള അലോവേര ലീഫ് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലോവേര ലീഫിൻ്റെ 2 സൈഡിലുള്ള ഗ്രീൻ കളറുള്ള പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ജെല്ല് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അലോവേര ലീഫിൻ്റെ 2 സൈഡിലുള്ള ആ ഗ്രീൻ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജെല്ല് മാത്രമായിട്ട് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഗ്രീൻ പോർഷൻ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഗ്രീൻ പോർഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജെല്ലിന് നന്നായിട്ട് വൈറ്റ് കളർ കിട്ടത്തില്ല. ഇനി നമുക്ക് ഈ ജെല്ല് ഒരു 2-3 ടൈംസ് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം. ഈ അലോവേര ജെല്ലിലേക്ക് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള അലോവേര ജെല്ല് ഒരു ബ്ലെൻഡറോ മിക്സിയുടെ ജാറോ യൂസ് ചെയ്ത് നല്ലതുപോലെ ജ്യൂസ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ജെല്ല് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജെലാറ്റിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജെലാറ്റിൻ പൗഡറിലേക്ക് 2-3 സ്പൂൺ തണുത്ത വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഇത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ജെലാറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം എടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ്റെ ബൗൾ ഇറക്കി വെച്ച് നല്ലതുപോലെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ജെലാറ്റിൻ നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അലോവേര ജ്യൂസ് ആഡ് ചെയ്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു 1 to 2 അവർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ അലോവേര ജെല്ല് ഒരു 1 to 2 അവറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നമുക്ക് ആ അലോവേര ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ഈ അലോവേര ജെല്ല് മാത്രമായിട്ടോ അല്ലെങ്കിൽ പാക്കിൽ ആഡ് ചെയ്തോ ഇത് നമുക്ക് ഫേസിലോ ഹെയറിലോ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെയുള്ള തന്നെ നല്ല തിക്കായിട്ടുള്ള അലോവേര ജെല്ല് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.